ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് കുന്നംകുളം. നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ആശങ്ക ഉയരുന്നു. ഇന്നലെ 302 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 4 മരണം റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് കോവിഡിന്റെ പുതിയ വകഭേദം JN1 സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഈ മാസം സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 89% കേരളത്തിലെന്നതിൽ ആശങ്ക. വാസ്തു എന്നതിന്റെ പര്യായമാണ് കാണിപ്പേയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടെന്ന് രമേശ് ചെന്നിത്തല. കാണിപ്പേയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങ് കൃഷ്ണായനത്തിന്റെ സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വാസ്തുവിദ്യ കുലപതിക്ക് ജനകീയ പ്രാദേശിക ദൃശ്യമാധ്യമമായ CCTVയുടെ ആദരം. ചാവക്കാട് നടന്നു വന്നിരുന്ന ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. 383 പോയിന്റോടെ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിനെ കലാകിരീടം. 352 പോയിന്റുമായി കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ 2ാം സ്ഥാനവും 339 പോയിന്റുമായി ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ 3ാം സ്ഥാനവും നേടി. കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചത് കുറുക്കൻപാറ തോലത്ത് വീട്ടിൽ 60 വയസ്സുള്ള ജെയ്സൺ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ആശങ്ക ഉയരുന്നു. ഇന്നലെ 302 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. 4 മരണം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിതരുടെ എണ്ണം ഉയർന്നേക്കാമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം ശക്തമാക്കിയതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നത്. 1523 പേർ ചികിത്സയിലുണ്ട്. ചൈനയിൽ വ്യാപിച്ച കോവിഡിന്റെ പുതിയ വകഭേദം JN1 79 വയസ്സുകാരനായ തിരുവനന്തപുരം സ്വദേശിയിൽ കണ്ടെത്തിയിരുന്നു. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഈ വകഭേദം സ്ഥിരീകരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഡിസംബർ 8 ശേഖരിച്ച സാമ്പിളിലാണ് പുതിയ ഉപവകഭേദം കണ്ടെത്തിയത്. രാജ്യത്ത് ഈ മാസം സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 89% കേരളത്തിലാണ്. ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും മറ്റ് അസുഖമുള്ളവരും പ്രായമായവരും ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പ്. 1000 കോവിഡ് പരിശോധന വരെ നിലവിൽ സംസ്ഥാനത്ത് ദിവസം നടക്കുന്നുണ്ട്. കൂടുതൽ പേർക്ക് പനിയും കോവിഡ് ലക്ഷണങ്ങളുമുണ്ടെങ്കിലും പരിശോധന കുറവായതിനാൽ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. വാസ്തു എന്നതിന്റെ പര്യായമാണ് കാണിപ്പേയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടെന്ന് രമേശ് ചെന്നിത്തല. കാണിപ്പേയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങ് കൃഷ്ണായനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതകാലം മുഴുവൻ നാടിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജീവിക്കാനായി എന്നതാണ് കാണിപ്പയ്യൂരിന്റെ പ്രസക്തി. രാജ്യത്തിനകത്തും പുറത്തും വാസ്തുവിദ്യയിലെ അവസാന വാക്കാണ് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ഗുരുഭൂതന്മാരുടെ അനുഗ്രഹം ആവോളം ലഭിച്ച വ്യക്തിത്വമാണ് കൃഷ്ണൻ നമ്പൂതിരിയുടേത്. സാമൂഹ്യ ജീവിതത്തിന് കാണിപ്പേയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നൽകിയ സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടും. തനിക്ക് സിദ്ധിച്ച അറിവ് പകർന്നു നൽകുവാൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് സന്നദ്ധനാണ് എന്നതും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുകയാണെന്ന് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പരമ്പരാഗത വാസ്തു വിദ്യാപഠനം ഏറ്റെടുക്കാൻ ജോലി രാജിവെച്ചു. അത് അദ്ദേഹത്തിന്റെ വളർച്ച ലോകത്തിന്റെ എല്ലാ അതിർത്തികളിലേക്കും എത്തിക്കാൻ സഹായിച്ചു എന്നത് ഇവിടെ പരസ്യമായി തന്നെ അക്നോളജ് ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. അതിനേക്കാൾ വലിയ സമ്പത്ത് അങ്ങേക്ക് എന്താണ് വേണ്ടത്? സുഹൃതം ചെയ്ത ജീവിതമാണ് അങ്ങയുടേതെന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷം. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ലബീബ് ഹസൻ അധ്യക്ഷനായി. രമ്യ ഹരിദാസ് MP, മാധ്യമപ്രവർത്തകൻ ഉണ്ണി K. വാര്യർ, സംഘാടക സമിതി ജനറൽ കൺവീനർ C. ഗിരീഷ് കുമാർ, കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ജൂനിയർ തുടങ്ങിയവർ സംസാരിച്ചു. ആദര ചടങ്ങിന് നന്ദി അറിയിച്ച് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് സീനിയർ സംസാരിച്ചു. സമമായി നിൽക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് പ്രകൃതിയായാലും മറ്റു വികൃതിയായാലും അതിൻ്റെ സമാവസ്ഥ വന്ന ആ ഒരു കാണിപ്പയ്യൂർ എന്നുള്ളതിൻ്റെ മേന്മ എത്തിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സുഹൃതം വന്ന് ചേർന്നതായിരിക്കണം ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടായത്. അത് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു 84 ആഘോഷിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു 2 ദിവസങ്ങളിലായി കുന്നംകുളത്ത് നടന്ന കൃഷ്ണായനം ശതാഭിഷേക ചടങ്ങിൽ വാസ്തുവിദ്യ സെമിനാർ, പുസ്തക പ്രദർശനം, കലാസാംസ്കാരിക സദസ്സ്, ശതാഭിഷേക സമ്മേളനം എന്നിവയോടുകൂടിയാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച നടന്ന ശതാഭിഷേക ചടങ്ങിന്റെ ഉദ്ഘാടനം അബ്ദുൾ സമദ് സമദാനി MP ആണ് നിർവഹിച്ചത്.
ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS, കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത, ആർക്കിടെക്ട് പത്മശ്രീ G. ശങ്കർ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, KC ഉണ്ണി അനുജൻ രാജ, ഡോക്ടർ കൊച്ചുവർമ്മ ആഴ്വഞ്ചേരി തമ്പ്രാക്കൽ, മണക്കുളം ദിവാകര രാജ, ദേവസ്വം ബോർഡ് ചെയർമാൻമാരായ ഡോക്ടർ MK സുദർശൻ, PS പ്രശാന്ത്, MR മുരളി, മലയാള മനോരമ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ജോയ് മാത്യു, അക്കിരമൺ കാളിദാസൻ ഭട്ടതിരി, വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ 2 ദിവസങ്ങളായി നടന്ന ചടങ്ങുകളിൽ സംബന്ധിച്ചു. സാമൂഹിക വാസ്തുരംഗങ്ങളിൽ പതിറ്റാണ്ടുകളായി അമൂല്യ സംഭാവനകൾ സമ്മാനിച്ച വാസ്തുവിദ്യാ കുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ശതാഭിഷേകത്തിന്റെ ഭാഗമായി കാണിപ്പയ്യൂർ കൈക്കൊട്ടികളി സംഘത്തിന്റെ തിരുവാതിരക്കളി അരങ്ങേറി. കക്കാട് വാദികല ക്ഷേത്രത്തിലെ കക്കാട് രാജപ്പന്മാരാരും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളവും നടന്നു. CCTV ന്യൂസ് കുന്നംകുളം. ശതാഭിഷേകത്തിന്റെ നിറവിലെത്തിയ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന് ജനകീയ പ്രാദേശിക ദൃശ്യമാധ്യമമായ CCTVയുടെ ആദരം. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ശതാഭിഷേക ചടങ്ങിലാണ് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ സംസ്ഥാനത്തെ മുൻനിര പ്രാദേശിക ചാനലായ CCTV ആദരമർപ്പിച്ചത്. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ നമ്പൂതിരിപ്പാടിനെ പൊന്നാട അണിയിച്ചു. ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് ഡയറക്ടർ KC ജോസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM എഡ്വിൻ, ഡയറക്ടർമാരായ CS സുരേഷ്, KV ശിവദാസ്, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, കാണിപ്പയ്യൂരിന്റെ മകൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. സാമൂഹ്യ മേഖലയിലും വാസ്തുശാസ്ത്ര രംഗത്തും പതിറ്റാണ്ടുകളായി സേവനം ചെയ്യുന്ന വാസ്തുവിദ്യാ കുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേകം 2 ദിവസങ്ങളിലായിട്ടാണ് ജന്മനാട് ആഘോഷിച്ചത്. CCTV ന്യൂസ് കുന്നംകുളം. വാസ്തുവിദ്യാ കുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ 84ാം പിറന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൃഷ്ണായനത്തിന്റെ ഭാഗമായി നടന്ന ആദര സദസ്സ് തൃശൂർ MLA P. ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ രാജകുടുംബം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി തത്സമയം യോഗത്തിൽ സംബന്ധിച്ചു. സാമൂതിരി രാജകുടുംബം മഹാമഹിമ KC ഉണ്ണിയനുജൻ രാജ, തൃപ്പൂണിത്തുറ കോവിലകം ഡോക്ടർ കൊച്ചുവർമ്മ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, കക്കാട് കാരണോപ്പാട്, മണക്കുളം ദിവാകര രാജ എന്നിവർ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ആദരിച്ചു. ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ NK സുദർശൻ മുഖ്യാതിഥിയായി. CP ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് സംസാരിച്ചു. സാംസ്കാരിക കേരളത്തിലെ കാണിപ്പയ്യൂരിന്റെ സംഭാവന എന്ന വിഷയത്തിൽ വാസ്തുവിദ്യ ഗുരുകുലം റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PN സുരേഷ് വിഷയാവതരണം നടത്തി. സംഘാടക സമിതി ട്രഷറർ മനു കൃഷ്ണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിന് EP കമറുദ്ദീൻ സ്വാഗതവും കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. മറ്റു വാർത്തകൾ. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓഫർത്ത വിളംബര റാലി ആവേശകരമായി. ഡിസംബർ 25-ന് കുന്നംകുളത്ത് നടക്കുന്ന ഓഫർത്ത 2023 മെഗാ സാന്റ റാലിയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വിളംബര റാലിയിൽ സാന്റയുടെ വേഷമണിഞ്ഞ് നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആരംഭിച്ച സാന്റ റാലി വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൈക്കാരൻ ബാബു ഇട്ടൂപ്പ് K, സെക്രട്ടറി VB മജീഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മയക്കുമരുന്ന് ഉപയോഗം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് പാവറട്ടി സബ് ഇൻസ്പെക്ടർ D. വൈശാഖ്. ലഹരിക്കെതിരെ നാടൊന്നിച്ച് എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ചിറ്റാടുകര 254-ാം കമ്പടി തിരുനാൾ ആഘോഷ കമ്മിറ്റി സംഘടിപ്പിച്ച കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടവക സമൂഹത്തോട് ചേർന്ന് ജാതിമത വ്യത്യാസമില്ലാതെ എളവള്ളി പഞ്ചായത്തിലെ ക്ലബ്ബുകൾ, വായനശാലകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ അണിനിരത്തിയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ചിറ്റാട്ടുകര പള്ളിയങ്കണത്തിൽ നിന്നാരംഭിച്ച കൂട്ടയോട്ടം ജനശക്തി റോഡ് ചുറ്റി പള്ളിയിൽ തന്നെ സമാപിച്ചു. യുവതിയുവാക്കളും സ്ത്രീകളും കുട്ടികളുമടക്കം 300ഓളം പേർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, മദർ സുപ്പീരിയർ സിസ്റ്റർ ശാന്തി തെരേസ്, കൈക്കാരന്മാരായ PV പിയൂസ്, PK ആന്റണി, PJ ലിയോ, പഞ്ചായത്ത് അംഗം MP ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. കൂട്ടയോട്ടത്തിന് ജോഷി K വർക്കി, ജസ്റ്റിൻ തോമസ്, AD സാജു, PC ജോയ്സൺ, PV വിൻസെന്റ്, ജസ്റ്റിൻ ഫ്രാൻസിസ്, CJ ഷിബു, ബിബിൻ സെബി, രാജീവ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി.
ചാവക്കാട് നടന്നു വന്നിരുന്ന ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി 353 പോയിന്റുമായി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂൾ കലാകിരീടം സ്വന്തമാക്കി. 352 പോയിന്റുമായി കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ രണ്ടാം സ്ഥാനം നേടി. 339 പോയിന്റുമായി ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ മൂന്നാം സ്ഥാനം നേടി. 2 ദിവസമായി തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്നു വന്നിരുന്ന 23ാമത് ഭാരതീയ വിദ്യാനികേതൻ തൃശ്ശൂർ ജില്ലാ കലോത്സവത്തിൽ 26 സ്കൂളുകളിൽ നിന്നായി 1300ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. 7 വേദികളിലായിട്ടായിരുന്നു മത്സരം. സമാപന സമ്മേളനത്തിൽ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ മധു, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, അഡ്വക്കേറ്റ് രാജീവ്, ദിവ്യ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർക്കുളം നായരങ്ങാടിയിൽ കെട്ടിട നവീകരണ പ്രവർത്തനങ്ങൾക്കിടെയുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. നായരങ്ങാടി സ്വദേശികളായ പള്ളിപ്പുറത്തെ വീട്ടിൽ കുഞ്ഞു മുഹമ്മദ്, സുലൈഖ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം. തർക്കത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനിടെ ഇതേ കെട്ടിടത്തിലെ കടയുടമയായി ഉണ്ടായ തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. വടക്കേകാട് നായരങ്ങാടി പഞ്ചായത്തിന് സമീപം വെച്ചായിരുന്നു സംഭവം. ഇതിനു മുൻപും ഇവിടെ ഇതേ വിഷയത്തെ ചൊല്ലി തർക്കവും കയ്യാങ്കളിയും. ഇത് സംബന്ധിച്ച് വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതികളും നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്നുണ്ടായ സംഭവത്തിലും ഇരുകൂട്ടരും പരാതി നൽകി. പരിക്കേറ്റവരെ വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കുറുക്കൻപാറ തോലത്ത് വീട്ടിൽ 60 വയസ്സുള്ള ജെയ്സനാണ് മരിച്ചത്. കുറുക്കൻപാറയിൽ വെച്ച് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടെ ഞായറാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയ്സന്റെ ഭാര്യ 55 വയസ്സുള്ള ജെയ്നി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഗുരുവായൂർ സ്വദേശി ഏറത്ത് വീട്ടിൽ 18 വയസ്സുള്ള യദുവിനും പരിക്കേറ്റിരുന്നു. കുന്നംകുളം കുറുക്കൻപാറയിൽ പുതുതായി നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ദമ്പതികൾ റോഡ് മുറിഞ്ഞുകിടക്കുന്നതിനിടെ കുന്നംകുളം ഭാഗത്തുനിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇരുവരെയും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. പരിക്കേറ്റ ദമ്പതികളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. CCTV ന്യൂസ് കുന്നംകുളം. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയുടെ ഭാഗമായുള്ള നൃത്തോത്സവം ആരംഭിച്ചു. കേരള കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ അധ്യക്ഷനായി. ദേവസ്വം ഓഫീസർ PB ബിജു, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് TK ശിവൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ PC അബാൽമണി, KS ഗോപിനാഥൻ, KC വേലായുധൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ഡിസംബർ 23-നാണ് പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ആഘോഷം. മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം ശൈലിയുടെ മനോഹാരിതയുമായി ഗുരുവും ശിഷ്യയും ഒരേ വേദിയിൽ. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നൃത്തവേദിയാണ് അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷിയായത്. കലാമണ്ഡലം നൃത്തവിഭാഗത്തിലെ മുൻ വകുപ്പ് മേധാവിയും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ കലാമണ്ഡലം ഹൈമാവതി ടീച്ചറും ശിഷ്യയും ഇപ്പോഴത്തെ വകുപ്പ് മേധാവിയുമായ കലാമണ്ഡലം സംഗീത പ്രസാദുമാണ് ഒരേ വേദിയിൽ ഒരുമിച്ച് നൃത്തം ചെയ്ത് കാണികളെ വിസ്മയിപ്പിച്ചത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചാണ് ആയുർവേദ സ്വരൂപനായ ധന്വന്തരി മൂർത്തിക്ക് മുന്നിൽ ഗുരുവും ശിഷ്യയും തങ്ങളുടെ കലാസപര്യ കാണിക്കയായി സമർപ്പിച്ചത്. മോഹിനിയാട്ടത്തിലെ കലാമണ്ഡലം ശൈലി തലമുറകളിലൂടെ പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന സന്ദേശവും ഈ നൃത്തവേദി സമ്മാനിച്ചു. ഓമനത്തിങ്കൾക്കിടാവോ എന്ന കൃതിയുടെ നൃത്താവിഷ്കാരത്തിൽ ഹൈമാവതി ടീച്ചർ മോഹിനിയാട്ടത്തിന്റെ ലയലാസ്യവർണ്ണങ്ങൾ ഭാവങ്ങളാൽ വിരിയിച്ചപ്പോൾ ശിഷ്യ സംഗീത സ്വാതി തിരുനാളിന്റെ ചെന്താർ സായക എന്നു തുടങ്ങുന്ന കൃതിയുടെ അവതരണത്തോടെ തന്റെ നായകനെ കാത്തിരിക്കുന്ന പ്രണയിനിയുടെ മോഹപാരവശ്യങ്ങളിൽ പകർന്നാടി. നൃത്ത ആസ്വാദകരുടെ മനം കുളിർപ്പിച്ചു.
ഗുരുവിന്റെയും ശിഷ്യയുടെയും കലാസംഗമം ആസ്വാദകർക്ക് നവ്യാനുഭവമായി മാറി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പഴഞ്ഞി ഇമ്മാനുവൽ മർത്തോമ പള്ളിയിൽ കൊയ്ത്തുത്സവം ആഘോഷിച്ചു. രാവിലെ കുർബാനയ്ക്ക് ശേഷം ആദ്യഫല ശേഖരങ്ങളുടെ ലേലം വിളിയുണ്ടായി. ആദ്യ ലേലം 85,000 രൂപയ്ക്ക് പ്രവാസി വ്യവസായി ഷാജു സൈമൺ വിളിച്ചെടുത്തു. പള്ളിക്ക് സമീപം ഒരുക്കിയ പന്തലിൽ രാവിലെ തുടങ്ങിയ ലേലം വിളി വൈകിട്ട് വരെ തുടർന്നു. ആത്മീയ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി ക്രിസ്മസ് കരോൾ നൈറ്റ് നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. വികാരി ഫാദർ ഐസക് പി ജോൺസൺ, ട്രസ്റ്റി ഡെന്നി വി കെ, സെക്രട്ടറി സാം മോൺസി എന്നിവർ നേതൃത്വം നൽകി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനം 2 വൈദികരെ കോറെപ്പിസ്കോപ്പ പദവിയിലേക്ക് ഉയർത്തും. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വെച്ച് ചൊവ്വാഴ്ച ഫാദർ ജോൺ ഉറുമ്പിൽ, ഫാദർ ജോസഫ് തോലത്ത് എന്നിവരെയാണ് കോറെപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തുക. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത കുന്നംകുളത്തിന്റെ ഭദ്രാസന മെത്രാപ്പൊലിത്തയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി നടത്തുന്ന കോറെപ്പിസ്കോപ്പ സ്ഥാനാരോഹണ ശുശ്രൂഷയാണിത്. രാവിലെ 6:30 പ്രഭാത നമസ്കാരത്തോടുകൂടി ശുശ്രൂഷകൾ ആരംഭിക്കും. ഗ്രാമത്തിന്റെ മെത്രാൻ എന്നാണ് കോറെപ്പിസ്കോപ്പ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രാമങ്ങൾക്കും പട്ടണങ്ങൾക്കും മെത്രാൻ അഥവാ എപ്പിസ്കോപ്പ എന്ന രീതി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ നേരത്തെ നിലവിലുണ്ടായിരുന്നു. ചില ചെറിയ ചുമതലകളും ഈ മെത്രാൻമാർക്ക് അക്കാലങ്ങളിൽ നൽകിയിരുന്നു. കോറിയോ പോലുള്ള ചെറിയ പട്ടങ്ങളാണ് കോറെപ്പിസ്കോപ്പമാർക്ക് നൽകിയിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ കോറെപ്പിസ്കോപ്പമാർക്ക് ഭരണ ചുമതലകളൊന്നും തന്നെയില്ല. മേലധികാര ചിഹ്നമായ അംശവടി ചില സന്ദർഭങ്ങളിൽ കോറെപ്പിസ്കോപ്പമാർക്ക് നൽകാറുണ്ട്. മെത്രാപ്പോലിത്ത സ്ഥാനാരോഹണത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെ ഓക്സിയോസ് ചൊല്ലിയാണ് ഈ പദവി പ്രഖ്യാപിക്കുക. കാപ്പയുടെ മുകളിൽ ധരിക്കുന്ന കുട്ടിക്കാപ്പ എന്നറിയപ്പെടുന്ന ഒരു വസ്ത്രം കോറെപ്പിസ്കോപ്പയുടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുന്നു. സ്ഥാനചിഹ്നമായി കുരിശുമാല നൽകാറുണ്ട്. നീലക്കരയുള്ള പുറം കുപ്പായമാണ് കോറെപ്പിസ്കോപ്പമാർ ആരാധനയിൽ ധരിക്കാറുള്ളത്. ആരാധനയിൽ വൈദികർക്ക് നേതൃത്വം നൽകുന്ന ചുമതലയാണ് ഇപ്പോൾ ഈ സ്ഥാനക്കാർ നിർവഹിച്ചു വരുന്നത്. 1875 പത്രോസ് തൃതീയൻ പാത്രിയാർക്കീസാണ് മലങ്കര സഭയിൽ ഈ സ്ഥാനം നൽകി തുടങ്ങിയത് എന്നാണ് കരുതുന്നത്. CCTV ന്യൂസ്, പെരുമ്പലാവ്. കുജേല ദിനത്തിൽ ഗുരുവായൂരിൽ ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നൃത്താർച്ചന അരങ്ങേറും. കുജേല ദിനമായ ബുധനാഴ്ച വൈകിട്ട് 6:30 മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് ദിവ്യ ഉണ്ണിയും ശിഷ്യരും നൃത്താർച്ചന അവതരിപ്പിക്കുക. ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ US പ്രവർത്തിക്കുന്ന ശ്രീപദം നടന കലാസാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. മകൾ കിണറ്റിൽ വീണതിന്റെ മനോവിഷമത്തിൽ പിതാവ് കുഴഞ്ഞു വീണ് മരിച്ചു. പാത്രമംഗലം തോന്നല്ലൂർ മത്തായിപ്പടി മൂത്തേടത്ത് വീട്ടിൽ ഹംസ ആണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം. 15 വയസ്സുള്ള മകൾ വീട്ടുകിണറ്റിൽ വീഴുകയായിരുന്നു. വിവരം പറഞ്ഞതോടെ ഹംസ കുഴഞ്ഞു വീണു. തുടർന്ന് ഹംസയെ എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മത്സരം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന മത്സരത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് 1ാം സ്ഥാനവും കർമ്മലമാത യൂണിറ്റ് 2ാം സ്ഥാനവും സ്വന്തമാക്കി. സെന്റ് പോൾ, സെന്റ് തോമസ് യൂണിറ്റുകൾ 3ാം സ്ഥാനത്തിന് അർഹരായി. സഹവികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KT സിൻഡോ, നടത്ത് കൈക്കാരൻ MP ഫ്രാൻസിസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജു C വർഗീസ്, കേണൽ ഡോക്ടർ PF റെജീന തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിസന്ധികൾ നീങ്ങി കരിച്ചാൽക്കടവ് സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. ABM4 ബിൽഡേഴ്സ് കമ്പനിക്കാണ് പുതിയ നിർമ്മാണ ചുമതല. ജൂലൈ അവസാനത്തോടെ പണികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും. കാട്ടകമ്പൽ വടക്കേകാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിച്ചാൽക്കടവ് പാലം നിർമ്മാണം ആരംഭിച്ചു. മുൻ കരാറുകാരൻ പണി ഉപേക്ഷിച്ചതിനെ തുടർന്ന് നിലമ്പൂർ ABM4 ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ് പണി ഏറ്റെടുത്തത്. 9 മാസത്തിനകം പണി പൂർത്തിയാക്കും. പാലം പണി ആരംഭിച്ച് 18 വർഷം പൂർത്തിയാകുമ്പോഴാണ് പുതിയ പ്രതീക്ഷയുമായി വീണ്ടും നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. കോൾപ്പാടത്ത് 100 അടിത്തോടിനു കുറുകെ 46 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുമാണ് പാലവും ചെക്ക് ഡാമും പണിയുന്നത്. 9.20 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളിലായാണ് നിർമ്മാണം. ഇതിനു പുറമെ പാലത്തിന്റെ ഇരുവശത്തുമായി 110 മീറ്റർ റോഡും നിർമ്മിക്കും. 2.50 മീറ്റർ ഉയരമുള്ള പാലത്തിലെ ചെക്ക് ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി FRP ഷട്ടറുകളാണ് ഉപയോഗിക്കുക.
നിർമ്മാണത്തിന്റെ ആദ്യപടിയായി താൽക്കാലിക തടയണ നിർമ്മാണം ആരംഭിച്ചു. ഇതിനായി 130ഓളം തെങ്ങിൻ തടികൾ ഉപയോഗിച്ച് തടയണ കെട്ടുന്നതിന്റെ പണികളാണ് പുരോഗമിക്കുന്നത്. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ തോടിന്റെ കിഴക്കുവശത്ത് കുറച്ചുഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. 2005 ഇവിടെ പാലം നിർമ്മാണം തുടങ്ങിയെങ്കിലും വൈകാതെ നിർത്തി. പിന്നീട് 10 കോടി രൂപ ചെലവിൽ പാലവും തടയണയും പണിയാൻ പദ്ധതിയായി. 2018 ഡിസംബറിൽ വീണ്ടും നിർമ്മാണം ആരംഭിച്ചെങ്കിലും കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിലച്ചു. ചെക്ക് ഡാമിനുള്ള 920 പ്രീകാസ്റ്റ് കോൺക്രീറ്റ് കാലുകൾ നിർമ്മാണമായിരുന്നു പ്രധാനമായി നടന്നത്. മൈനർ ഇറിഗേഷൻ വകുപ്പ് 9.5 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. മുൻ കരാറുകാരൻ നടത്തിയ പണികളുടെ തുക കിഴിച്ച് 8.55 കോടി രൂപയ്ക്കാണ് പുതിയ കരാർ. പദ്ധതി പൂർത്തിയായാൽ വെട്ടിക്കടവ് മുതൽ കരിച്ചാൽ കടവ് വരെയുള്ള 1100 ഏക്കർ പുഞ്ചകൃഷിക്കും പ്രയോജനമാകും. കൂടുതൽ തൊഴിലാളികളെ ഷിഫ്റ്റുകളാക്കി തിരിച്ച് പറഞ്ഞ കാലാവധിക്കുള്ളിൽ വർക്കുകൾ തീർക്കുമെന്ന് കമ്പനി കരാറുകാരൻ പറഞ്ഞു. CCTV ന്യൂസ് പുന്നയൂർകുളം. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ തെക്കേമുടം മൂപ്പിൽ സ്വാമിയാർ ശ്രീ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടത്തി. ക്ഷേത്രത്തിലെ പ്രശ്നവിധി പ്രകാരമുള്ള നവീകരണ കലശത്തിന്റെ മുന്നോടിയായിട്ടാണ് ചടങ്ങ് നടത്തിയത്. ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും പ്രശ്നവിധി പ്രകാരമുള്ള ചതുശതം നിവേദ്യ സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PT സുരേന്ദ്രൻ, V ഭാസ്കരൻ, PB പ്രസാദ്, ഉമേഷ് കൊടമന, CK പരമൻ, UN ബാലകൃഷ്ണൻ, EK ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരിയിലെ ബാറിലുണ്ടായ സംഘർഷത്തിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കോട്ടുകര വെള്ളാറ്റഞ്ഞൂർ സ്വദേശി മേക്കാട്ടിൽ വീട്ടിൽ 38 വയസ്സുള്ള രാകേഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ആളൂർ സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ 59 വയസ്സുള്ള ഫ്രാൻസിസിനെയാണ് പ്രതി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ 15-ാം തീയതി രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. കേച്ചേരിയിലെ ബാറിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെ പ്രതി ഫ്രാൻസിസിനെ കസേര ഉപയോഗിച്ച് അടിച്ചു പരിക്കേൽപ്പിക്കുകയും അടിയിൽ തകർന്ന കസേരയുടെ കൂർത്ത മുനയുള്ള ഭാഗം ഉപയോഗിച്ച് തലയ്ക്ക് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഫ്രാൻസിസിനെ തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫ്രാൻസിസിന്റെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. CCTV ന്യൂസ് കുന്നംകുളം. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കടകമ്പാൽ പഞ്ചായത്തിലെ 6-9 വാർഡുകളിലെ 50ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പഴഞ്ഞി യങ്സ് കോർണറിൽ നടത്തിയ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ നിർവഹിച്ചു. 9ാം വാർഡ് മെമ്പർ ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. MLSP-മാരായ അരണ്യ, നീതു എന്നിവരും ആശാവർക്കർമാരായ അംബിക, ജിനി എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. പോർക്കുളം സേവാഭാരതിയുടെ സ്വാലംബൻ പദ്ധതി പ്രകാരം അഗതിയൂർ ലക്ഷംവീട് കോളനിക്ക് സമീപം വലിയ പുരക്കൽ ദേവരാജന് ജീവിതോപാധിയായി പെട്ടിക്കട കൈമാറി. പ്രായമായതോടെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ മൂലം ജോലി ചെയ്യാൻ കഴിയാതെ വന്നതോടെ ഒട്ടും വരുമാനമില്ലാത്ത അവസ്ഥയിലായിരുന്നു ദേവരാജൻ. ഭാര്യ സുഭദ്ര ഇടയ്ക്ക് നാട്ടുപണികൾക്ക് പോയി കിട്ടുന്നതായിരുന്നു മക്കളില്ലാത്ത ഈ ദമ്പതികളുടെ ഏക വരുമാനം. പെട്ടിക്കട വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾ സഹിതം ഞായറാഴ്ച രാവിലെ നോങ്ങല്ലൂർ ക്ഷേത്രം മേൽശാന്തി സുരേഷ് അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവരാജന് കൈമാറി. പോർക്കുളം പഞ്ചായത്ത് അംഗം നിമിഷ വിഗീഷ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയം സേവക സംഘം കുന്നംകുളം ഖണ്ഡ് സഹ കാര്യവാഹക് TD ദിലീഷ് പെട്ടിക്കടയുടെ താക്കോൽ കൈമാറി. പോർക്കുളം സേവാഭാരതി രക്ഷാധികാരി KK വേണു ആദ്യ വിൽപ്പന സ്വീകരിച്ചു. അർഹരായവർക്ക് നൽകുവാനായി കുന്നംകുളം അഭിയാൻ കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന പെട്ടിക്കട മാനേജർ അഗതിയൂർ കാഞ്ചിയത്തു മണികണ്ഠൻ നേരത്തെ സേവാഭാരതിയുടെ സ്വാവലംബൻ പദ്ധതിയിലേക്കായി ഭാരവാഹികളെ ഏൽപ്പിച്ചിരുന്നു. പോർക്കുളം സേവാഭാരതിയുടെ ഭാരവാഹികളും പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. മലബാർ സ്വാതന്ത്ര്യ സുറിയാനി സഭ ചാലിശ്ശേരി പെരുമണ്ണൂർ സെന്റ് മേരീസ് പള്ളി പെരുന്നാളിനെ വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളി ഞായറാഴ്ച കൊടിയേറ്റി. ഡിസംബർ 25-26 തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. 25-ന് തിങ്കളാഴ്ച വൈകിട്ട് 6:30 സഭാ പരമാധ്യക്ഷൻ സിറിൽമാർ ബെസേലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം എന്നിവ നടക്കും. രാത്രി 9-ന് വിവിധ പ്രാദേശിക ദേശപ്പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ സമാപിക്കും. 26-ന് ചൊവ്വാഴ്ച രാവിലെ 8:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് സിറിൽമാർ ബെസേലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12:30 പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് 4:30 സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യയോടുകൂടി പെരുന്നാൾ ആഘോഷം സമാപിക്കും. പെരുന്നാളിന് വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളി, സെക്രട്ടറി TR ക്ലീറ്റസ്, ട്രഷറർ സജി സൈമൺ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. ചാലിശ്ശേരിയിൽ 3 ആഴ്ചയായി റോഡിലെ കുഴി അടയ്ക്കാത്തത് ഭീഷണിയാകുന്നു.
ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിൽ അടയ്ക്ക മാർക്കറ്റിന് സമീപം വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് പൊട്ടി ചോർച്ച അടയ്ക്കുവാൻ കുഴിച്ച കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. 3 ആഴ്ചയായി കുഴി അടയ്ക്കാത്ത നിലയിലാണ്. നവംബർ 27-നാണ് കുടിവെള്ളത്തിന്റെ ചോർച്ച അടയ്ക്കുവാൻ വാട്ടർ അതോറിറ്റി കുഴിയെടുത്തത്. ഇത്രയധിക ദിവസമായിട്ടും കുഴി അടയ്ക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വീട്ടിലേക്കുള്ള ജോയിന്റ് പൊട്ടിയതെന്ന് അറിയിച്ച് ചോർച്ച അടയ്ക്കുവാൻ വീട്ടുകാരിൽ നിന്ന് വേതനവും കൈപ്പറ്റിയിരുന്നു. റോഡിന് ഒരു വശം കോൺക്രീറ്റ് പൊളിച്ചാണ് 3 മീറ്റർ നീളത്തിൽ വലിയ കുഴിയെടുത്തിട്ടുള്ളത്. ബസ് സ്റ്റോപ്പ്, അടയ്ക്ക മാർക്കറ്റ്, ഹൈസ്കൂൾ, കല്ലുംപുറം ഭാഗത്തേക്കുള്ള വഴിയും ഇവിടെയുള്ളതിനാൽ കുഴി മേഖലയിൽ ഗതാഗത തടസ്സത്തിനും ഇടയാകുന്നുണ്ട്. വളവ് കൂടിയുള്ള ഇവിടെ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ, കാൽനടയാത്രക്കാർ, ഇരുചക്ര വാഹനയാത്രക്കാർക്കും അപകട ഭീഷണിയാണ്. കഴിഞ്ഞ ദിവസം കാൽനടയാത്രക്കാരൻ കുഴിയിലേക്ക് വീണിരുന്നു. അധികൃതരെ വിവരം അറിയിച്ചിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപകട ഭീഷണിയായ കുഴി അടയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ്. അല്ലാത്തപക്ഷം പൊതുമരാമത്ത്, ജലവിഭവ വകുപ്പ് എന്നീ മന്ത്രിമാർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പട്ടിക്കര ടീം ഓഫ് 40ന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സൗജന്യ നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അൻസാർ ഉമർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ നജ്ല സിറാജുദ്ദീൻ, ആൻഡോ പോൾ, ND സജിത് കുമാർ, ക്ലബ്ബ് സെക്രട്ടറി ഫഹദ് മുസ്തഫ, PA അജ്മൽ എന്നിവർ സംസാരിച്ചു. രാജേഷ്, നൌഫൽ, വരുൺ, ഇർഫാൻ, അക്ഷയ്, സുവേഷ്, സുബിൻ, സജിത്ത്, ഋതിക്, വിഷ്ണു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ വനവകുപ്പ് മന്ത്രിയുമായിരുന്ന KP വിശ്വനാഥന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മറ്റം സെന്ററിൽ ചേർന്ന അനുശോചന യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ AA കൃഷ്ണൻ, TO ജോയ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, AM മൊയ്തീൻ, CP കുര്യാക്കോസ്, ഷാജു തരകൻ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ TL ലോനപ്പൻ, KJ ബിജു എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ പാലയൂർ ഏരിയ കൗൺസിലിന്റെ 56ാം വാർഷികവും കുടുംബസംഗമവും ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയ ഹാളിൽ നടന്നു. ആർത്താറ്റ് കോൺഫറൻസ് സ്പിരിച്വൽ ഡയറക്ടർ റവറന്റ് ഫാദർ സോളി തട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AC പ്രസിഡന്റും CC വൈസ് പ്രസിഡന്റുമായ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ AC സെക്രട്ടറി AC ജോസഫ് വാർഷിക റിപ്പോർട്ടും AC ട്രഷറർ സ്റ്റീഫൻ ജോസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. ഫാദർ സോളി തട്ടിൽ മാതൃകാ കോൺഫറൻസ് അവാർഡ് ദാനം നിർവഹിച്ചു. യോഗത്തിൽ വലിയ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം, സ്കോളർഷിപ്പ് വിതരണം, ജൂബിലേറിയന്മാരെ ആദരിക്കൽ, നേത്രദാന സമ്മതപത്രം സ്വീകരിക്കൽ, 2024 ഡയാലിസർ വിതരണോദ്ഘാടനം, കേശദാന സർട്ടിഫിക്കറ്റ് വിതരണം, മിഷൻ ത്രിപുര ഫണ്ട് സ്വീകരിക്കൽ എന്നിവ നടന്നു. CC വൈസ് പ്രസിഡന്റ് PC ബിജു വർഗീസ്, CC സെക്രട്ടറി പ്രശാന്ത് ചിറ്റലപ്പള്ളി, അഡ്വക്കേറ്റ് PF ജോയ്, ആർത്താറ്റ് ഇടവക കൈക്കാരൻ NK ജോബ് എന്നിവർ സംസാരിച്ചു. AC സീനിയർ വൈസ് പ്രസിഡന്റ് CR ജിജോ സ്വാഗതവും ആർത്താറ്റ് കോൺഫറൻസ് പ്രസിഡന്റ് NV ജോഷി നന്ദിയും പറഞ്ഞു. യൂത്ത് കൺവീനർ TS ജിയോൺ, AC ജോയിന്റ് സെക്രട്ടറി പ്രബീഷ് ഫ്രാൻസിസ്, AC വൈസ് പ്രസിഡന്റ് ബോബ് എലവത്തിങ്കൽ, AC ട്രഷറർ സ്റ്റീഫൻ ജോസ്, CC വനിതാ കൺവീനർ സിസ്റ്റർ ജിജി ജോസ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ആർത്താറ്റ് വനിതാ കോൺഫറൻസിന്റെ കരോൾ ഗാനവും പാലയൂർ കോൺഫറൻസിന്റെ V വിൻസെന്റ് ഡി പോൾ എന്ന ലഘുനാടകവും അരങ്ങേറി. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം ചെറളയത്ത് BJP 4ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറളയം മുള്ളത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ക്യാമ്പ് BJP കമ്മിറ്റി പ്രസിഡന്റ് ബാബു ഒഡാട്ട് ഉദ്ഘാടനം ചെയ്തു. അജിതൻ ചെറളയം അധ്യക്ഷത വഹിച്ചു. ദിലീപ് ചെറളയം, സുനീഷ് പാറപ്പുറത്ത്, പ്രസീൽ ഏറത്ത്, സുനിൽകുമാർ, സജീഷ് കുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിൽ പുന്നൂർ പഞ്ചായത്ത് വനിതാ കർഷക സമിതി മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. രൂപീകരണ യോഗം വനിതാ കർഷക സമിതി ജില്ലാ സെക്രട്ടറി ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി PT പ്രവീൺ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പുന്നൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഷംസു അമ്പലത്ത് സ്വാഗതവും ഉസ്ബത്ത് നന്ദിയും പറഞ്ഞു. കമ്മിറ്റി ഭാരവാഹികളായി ഉസ്ബത്ത് പ്രസിഡന്റ് ഷംന സക്കരിയ തങ്ങൾ, സെക്രട്ടറി ലീല കുഞ്ഞുമോൻ, ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ പച്ചക്കറി തൈകളും ജൈവവളവും വിതരണം ചെയ്തു. തയ്യൂർ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. വൈകിട്ട് തയ്യൂർ ലോകരത്തികാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പഴവൂർ നവജ്യോതി വിളക്ക് സംഘത്തിന്റെയും 100ൽ പരം താളത്തിന്റെയും അകമ്പടിയോടുകൂടി തയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വിളക്ക് പന്തലിൽ എത്തി സമാപിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. പിന്നീട് അയ്യപ്പൻ പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, വെട്ട് തട എന്നിവ നടന്നു.
എരുമപ്പെട്ടി കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം ജുമാ മസ്ജിദിൽ സ്വലാത്ത് കുത്ബിയാത്ത് വാർഷികവും ബുർദ മജ്ലിസും നടന്നു. ആദുർ ജുമാ മസ്ജിദ് ഖത്തീബ് ഖാസിം ഫാളിൽ ബാക്കവി രണ്ടത്താണി ദുവാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കരിയന്നൂർ ജാറം മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ഷരീഫ് സുഹരി നെന്മാറ അധ്യക്ഷത വഹിച്ചു. ശൈഖുന മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ അൽ ഖാദിരി കൊടുങ്ങല്ലൂർ ഉദ്ബോധന പ്രഭാഷണം നടത്തി. ജാറം മസ്ജിദ് പ്രസിഡന്റ് കെ പി ഷൌക്കത്ത് അലി, സെക്രട്ടറി കെ വി ഹൈദർ, ആദൂർ മഹല്ല് പ്രസിഡന്റ് കെ കെ അബൂബക്കർ, NH മുനീർ, സുബൈർ ഉസ്താദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇലൽ ഹബീബ് ബുർദ ഇഹ്വാൻ സംഘം ബുർദ അവതരിപ്പിച്ചു. സ്വലാത്ത് കുത്തുബിയത്തിന് മുഹമ്മദ് ഷരീഫ് സുഹരി നന്മാറ, SMK തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേർച്ച ഭക്ഷണ വിതരണം നടന്നു. KP നിഷാദ്, KA അലി അക്ബർ, KM മുനീർ, KA മുഹമ്മദ് സലീം, KM മുഹമ്മദ്, KU റഷീദ്, ഖാദർ ഹാജി, KM മുഹമ്മദ് കുട്ടി, മോനു കടങ്ങോട്, KH സക്കീർ, KM ഫിറോസ്, T മുഹമ്മദ് എന്നിവരും യുവജന സംഘം പ്രവർത്തകരും നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഗുരുവായൂർ സ്വദേശി PI സൈമൺ രചിച്ച ദർപ്പണം എന്ന പുസ്തകത്തിന്റെ രണ്ടാം ഭാഗം NK അക്ബർ MLA പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഏറ്റുവാങ്ങി. തിരുവെങ്കിടം കോടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഫാദർ പ്രകാശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത പബ്ലിക് റിലേഷൻ വകുപ്പ് സിൽവർ ജൂബിലി അവാർഡ് നേടിയ PI ലാസർ മാസ്റ്ററെ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഫാദർ ദേവസി പന്തലൂക്കാരൻ, RJD ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറേലി, ഡേവിസ് കണ്ണനായ്ക്കൽ, നഗരസഭാ കൗൺസിലർമാരായ KP റഷീദ്, VK സുജിത്ത്, മാധ്യമപ്രവർത്തകരായ ജനു ഗുരുവായൂർ, ലിജിത് തറകൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് എടക്കഴിയൂർ മുട്ടിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് 3 മണിക്ക് ഗജവീരന്റെ അകമ്പടിയോടെ ക്ഷേത്ര എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. തത്വമസി അയോധ്യ നഗർ, പൂങ്കാവനം വടക്ക് ഭാഗം, അസ്ത്ര അയോധ്യ നഗർ, തട്ടകം വടക്ക് ഭാഗം, അമിഗോസ് അയോധ്യ, കൽക്കി വടക്ക് ഭാഗം, ചങ്ങാതിക്കൂട്ടം വടക്ക് ഭാഗം, HMC വടക്ക് ഭാഗം എന്നീ പുരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂത്താലം, വർണ്ണക്കാവടികൾ, വാദ്യമേളങ്ങൾ, വിവിധ കലാരൂപങ്ങൾ, തെയ്യം തിറ എന്നിവയുടെ അകമ്പടിയോടെ പൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി. തുടർന്ന് രാത്രി ദീപാരാധനയ്ക്ക് ശേഷം 8 മണിക്ക് സ്പെഷ്യൽ തായമ്പക, 10 മണിക്ക് താളം വരവ് എന്നിവ ഉണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സിദ്ധാർത്ഥൻ കാഞ്ഞിരപ്പറമ്പിൽ, ബിജേഷ് അരുവള്ളി, പ്രസാദ് വലിയകത്ത്, ധർമ്മപാലൻ മത്രങ്കോട്ട്, അശോകൻ വേഴാമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് ചാവക്കാട്. ഗുരുവായൂരിലെ പോസ്റ്റൽ ഹോളിഡേ ഹോം തുറന്നു കൊടുക്കണമെന്ന് നാഷണൽ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സമ്മേളനം ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോൺസൺ ആവോക്കാരൻ അധ്യക്ഷത വഹിച്ചു. KK ജയശങ്കർ, KC ഫ്രാൻസിസ്, E സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരിയിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. അഡ്വക്കേറ്റ് VP മഹേശ്വരന്റെ വീട്ടുപറമ്പിലെ വാഴകൃഷിയാണ് ഇന്നലെ രാത്രി നശിപ്പിക്കപ്പെട്ടത്. ഏകദേശം 4 മാസം വളർച്ചയുള്ള ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ തൈകൾ കുത്തി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കാട്ടുപന്നികൾക്ക് പുറമെ കുരങ്ങുകൾ, മയിലുകൾ, മുള്ളൻ പന്നികൾ എന്നിവയുടെ ശല്യവും രൂക്ഷമാണ്. കൂട്ടത്തോടെ ഇറങ്ങുന്ന കുരങ്ങുകൾ തെങ്ങിൽ കയറി നാളികേരം പിഴുത് നശിപ്പിക്കുന്നതും നിത്യസംഭവമാണ്. പാടശേഖരങ്ങളിലേക്ക് ഇറക്കുന്ന കാട്ടുപന്നികൾ നെൽകൃഷിയും വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. വന്യമൃഗശല്യം തടയാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് VP മഹേശ്വരൻ ആവശ്യപ്പെട്ടു. ചുരുങ്ങിയ രീതിയിലാണ് ഇവിടെ കൃഷികളൊക്കെ ചെയ്തു വരുന്നത്. പക്ഷേ ഈ ചെറിയ രീതിയിൽ ചെയ്യുന്ന കൃഷിക്കാർക്ക് പോലും യാതൊരു വിളവുകളും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാട്ടുമൃഗങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയമം എന്തു തന്നെയായാലും അത് ജനങ്ങൾക്ക് ദ്രോഹമുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് തക്കതായ നിയമ സംവിധാനം കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ 36ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ പടുകൂറ്റൻ പ്രകടനം നടന്നു. വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ബാനറുകൾക്ക് പിന്നിലായാണ് പ്രകടനത്തിൽ അണിനിരന്ന പ്രവർത്തകർ നീങ്ങിയത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിൽ നിന്നും ആയിരങ്ങൾ അണിനിരന്ന പ്രകടനം ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി തേക്കിൻകാട് മൈതാനിയിലെ പൊതുസമ്മേളന വേദിയിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദേവസ്വം പട്ടികജാതി ക്ഷേമവകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് നസീർ കള്ളിക്കാട് അധ്യക്ഷനായി. രമ്യ ഹരിദാസ് MP, K ബാബു MLA, ജയരാജ് വാര്യർ, ഓട്ടോമൊബൈൽ സ്പെയർ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പാർട്സ്ലാൻഡ്, അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ്
കേരള ജനറൽ സെക്രട്ടറി KG ഗോപകുമാർ, സുധീർ മേനോൻ എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, ഓട്ടോമോട്ടീവ് എക്സ്പോ, സെമിനാറുകൾ, കായിക മത്സരങ്ങൾ, രക്തദാന ക്യാമ്പ്, അംഗങ്ങളുടെ മക്കളുടെ കലാപരിപാടികൾ തുടങ്ങിയ പരിപാടികളോടെയാണ് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. വൈകിട്ട് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ സമ്മേളനത്തിന് സമാപനമാകും. CCTV ന്യൂസ് കേച്ചേരി. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റിയും കോട്ടപ്പടി RCUP സ്കൂൾ PTA കമ്മിറ്റിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡാഡി തോമസ്, VV ഗിരീഷ്, പ്രധാന അധ്യാപകൻ CF റോബിൻ, PTA പ്രസിഡന്റ് KM മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വികസിത ഭാരത് സങ്കല്പ യാത്രയ്ക്ക് വടക്കേക്കാട് പഞ്ചായത്തിൽ സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സങ്കല്പ യാത്രയിലെ ഗുണഭോക്താക്കളുമായി തത്സമയം സംവദിച്ചു. നിരവധി ഇത്തരം പദ്ധതികളും ഇത്തരം ആനുകൂല്യങ്ങളും സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങളുമൊക്കെ നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അത് കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞത് 100% എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. MNT ഓഡിറ്റോറിയം പരിസരത്താണ് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം രാജൻ തറയിൽ, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ സുധീർ, മുൻ പ്രസിഡന്റ് ഫസലുൽ അലി എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്ര പദ്ധതികളിൽ അംഗമായി വിജയകരമായ സംരംഭങ്ങൾ നടത്തുന്ന ഗുണഭോക്താക്കളെ ചടങ്ങിൽ ആദരിച്ചു. ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൗകര്യം, ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ പുതിയ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്യൽ എന്നിവ ഒരുക്കിയിരുന്നു. പങ്കെടുത്തവർക്ക് സൗജന്യമായി മെഡിക്കൽ ചെക്കപ്പും വിവിധ കലാപരിപാടികളുമുണ്ടായി. CCTV ന്യൂസ് പുന്നയൂർകുളം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ AKTA രൂപപ്പെട്ട യൂണിറ്റ് കൺവെൻഷൻ മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. വിയൂർ ഏരിയ സെക്രട്ടറി ഷൈബി ഡേയ്സൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മിനി വിനീഷ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KT രാജൻ, യൂണിറ്റ് സെക്രട്ടറി KV ജോൺസൺ, CV മഞ്ജുള, സാൻഡി പോളി, CN സന്ധ്യ, PV ഇന്ദിര, CV ശ്രീവിദ്യ, ധന്യ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണെന്നും അത് നീതീകരിക്കാനാകാത്തതാണെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. KSTA 33 ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട നികുതി വിഹിതം തടഞ്ഞുവെക്കുന്നതും നീട്ടിവെക്കുന്നതും കുറ്റകരമാണ്. വരുമാനം മുഴുവൻ കേന്ദ്രം കൊണ്ടുപോകുന്നതും ചെലവ് മുഴുവൻ സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരുന്നതുമായ ഒരവസ്ഥ മുൻപ് ഒരിക്കലും ഇല്ലാത്തതാണെന്നും NN കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് B സജീവ് അധ്യക്ഷത വഹിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനത്തിൽ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VM കരീം എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CA നസീർ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഡെന്നി K ഡേവിഡ് നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ പടുകൂറ്റൻ പ്രകടനവും നടന്നു. നിർമ്മാണം പൂർത്തിയായ ചിറപ്പറമ്പ് ട്യൂബ്ലൈറ്റ് റോഡ് പാലം ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറപ്പറമ്പ് വെട്ടുകാട് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. കാലപ്പഴക്കം മൂലം തകർച്ച ഭീഷണി നേരിടുന്ന നിലയിലായിരുന്ന പഴയ പാലം പൊളിച്ചു മാറ്റിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത്. മുരളി പെരുന്നെല്ലി MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. 30 ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിനായി MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. പാലത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ച് കൃഷിയിടത്തിലേക്ക് ഇറങ്ങാനുള്ള റാമ്പിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷമേ പാലത്തിന്റെ ഉദ്ഘാടനം ഉണ്ടാകൂ. റാമ്പ് നിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള തുക പഞ്ചായത്ത് അധികൃതർ KSEBയിൽ കെട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചാൽ റാമ്പ് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് പാലത്തിന്റെ ഉദ്ഘാടനം നടത്താനാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ തീരുമാനം. പുതുവർഷ സമ്മാനമായി പ്രദേശവാസികൾക്ക് പാലം സമർപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ. CCTV ന്യൂസ് കേച്ചേരി.
ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിനായി തിരുവത്ര മേഖല സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക്, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KH സലാം, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ TM ഷെഫീഖ്, പ്രസന്ന രണദീവ്, ജാബിർ KU, ജിതീഷ് MS, TM ഹനീഫ, മേഖലാ ട്രഷറർ ശ്രീജിത്ത് KS തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി KH സലാം, കൺവീനറായി ജാബിർ KU, ട്രഷററായി പ്രസന്ന രണദേവ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഗുരുവായൂർ ബ്രഹ്മകുളം മഹല്ല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. പള്ളിയങ്കണത്ത് നടന്ന ക്യാമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് SI E ഷാജു കുമാർ ഉദ്ഘാടനം ചെയ്തു. മഹല്ല പ്രസിഡന്റ് NP മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ BV ജോയ്, VM അൻവർ, MP കബീർ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചൊവ്വന്നൂർ യൂണിറ്റ് സമ്മേളനം കുന്നംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിലെ K മാനുകുട്ടൻ നഗറിൽ ചേർന്നു. ജില്ലാ കമ്മിറ്റി അംഗം TV തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാധാ CR അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിന്ദു രവീന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജിഷ, സ്മിത ഷാജി എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. സിന്ധു ഷൺമുഖൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് PI മണികണ്ഠൻ, PD ലിസി, ഏരിയ ട്രഷറർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അവാർഡ് ദാനവും ഉണ്ടായി. തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മമ്മിയൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ മൃഗാശുപത്രി ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM സരസ്വതി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധാ രവീന്ദ്രൻ, AP രാജു, മീനാകുമാരി, ഷീജ സുധാകരൻ, ജ്യോതിലക്ഷ്മി, M സത്യനാരായണൻ, രാധാ ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. ചർമ്മം കരിക്കാട് കൊമ്പത്തെ ലിപ്പുട്ടി നിര്യാതനായി. 77 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച പരവക്കുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പരേതയായ ബീവാത്തുകുട്ടി ഭാര്യയും മുസ്തഫ, ഷെറീഫ, സുധീർ, റിഫായിൻ, നൌഫിൻ എന്നിവർ മക്കളുമാണ്. സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയുടെ മാതാവ് മരത്തങ്കോട് പുഴങ്ങര ഇല്ലത്ത് പരേതനായ മുഹമ്മദിന്റെ ഭാര്യ ഹാജറു നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം പന്നിത്തടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കലാസംവിധായകൻ ഷബീർ അലി, മുസ്തഫ, ഷെബീന എന്നിവരാണ് മറ്റു മക്കൾ. ഷഹീദ ഷാജി, ഐഷ, മുസ്തഫ, റഫീഖ് എന്നിവർ മരുമക്കളാണ്. ആൽത്തറ രാമരാജ സ്കൂളിന് തെക്ക് ഭാഗം പരേതനായ മുണ്ടൻതറ കുമാരൻ ഭാര്യ സരോജിനി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സുജാത, അജിത, അജീഷ്, സുജീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ആറ്റുപുറം നിദ്രാലയത്തിൽ നടക്കും. അണ്ടത്തോട് കുമാരൻപടി പടിഞ്ഞാറ് ഭാഗം ചെമ്പ്ര കൃഷ്ണൻകുട്ടി ഭാര്യ സരോജിനി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച കാലത്ത് 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ദാസൻ, അംബിക, പ്രതിക, രാജേഷ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ പേരകം കുഴപ്പാമഠത്തിൽ രവി ഭാര്യ റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ കൗസല്യ നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. രാകേഷ്, രാജീവ് എന്നിവർ മക്കളാണ്. കുരിച്ചിറ വെസ്റ്റ് ഹിൽ വാഴപ്പള്ളി റോസ നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 കുരിച്ചിറ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ജോസ്, വർഗീസ്, ആന്റണി, മാർഗലി, ആലിസ്, സിസ്റ്റർ സിൽവി, റാഫി, സീന, പരേതനായ തോമസ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ആശങ്ക ഉയരുന്നു. ഇന്നലെ 302 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 4 മരണം റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് കോവിഡിന്റെ പുതിയ വകഭേദം JN1 സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഈ മാസം സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 89% കേരളത്തിലെന്നതിൽ ആശങ്ക. വാസ്തു എന്നതിന്റെ പര്യായമാണ് കാണിപ്പേർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടെന്ന് രമേശ് ചെന്നിത്തല. കാണിപ്പേർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങ് കൃഷ്ണായനത്തിന്റെ സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വാസ്തുവിദ്യാ കുലപതിക്ക് ജനകീയ പ്രാദേശിക ദൃശ്യമാധ്യമമായ CCTVയുടെ ആദരം. ചാവക്കാട് നടന്നു വന്നിരുന്ന ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. 383 പോയിന്റോടെ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിനെ കലാകിരീടം. 352 പോയിന്റുമായി കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ 2ാം സ്ഥാനവും 339 പോയിന്റുമായി ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ 3ാം സ്ഥാനവും നേടി. കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചത് കുറുക്കൻപാറ തോലത്ത് വീട്ടിൽ 60 വയസ്സുള്ള ജെയ്സൺ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv.